മണ്ടേ കമന്റ് ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ കമൻറ്റ് റിജിൽ KV എന്നാളുടെയാണ്. ഹൈ എക്സ്കേർഷൻ സബ്വൂഫർ കേരളത്തിൽ ലഭ്യമാണോ? പ്ലീസ് ആൻസർ. അപ്പോൾ ഹൈ എക്സ്കേർഷൻ സബ്വൂഫർ എന്ന് പറയുന്നത് നമ്മളെ ഹൈ SPL സബ്വൂഫർ ടൈപ്പില്ലേ, നമ്മൾ സാധാരണ ഇവിടെ കിട്ടുന്ന JBL സബ്വൂഫർ പോലെയല്ല. ഏകദേശം ഈ കാണുന്ന ടൈപ്പ് സബ്വൂഫേഴ്സ് ആണ് ഹൈ എക്സ്കേർഷൻ സബ്വൂഫർ. അപ്പോൾ അങ്ങനെയുള്ള സബ്വൂഫർ നമുക്കിവിടെ കേരളത്തിൽ, ഞാനിവിടെ കോഴിക്കോട് അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും, അതായത് എവിടെന്നെങ്കിലും വരുത്തിക്കാൻ പറ്റും. നമ്മളെ ഡൽഹി, ബാംഗ്ലൂർ, മദ്രാസ്, അവിടെ വേറെ എവിടെന്നെങ്കിലും പുറത്തുനിന്നായാലും വരുത്തിക്കാൻ പറ്റും. അപ്പോൾ അത് കേരളത്തിൽ നമ്മളെ ഷോപ്പുകളിൽ പോയിട്ട് ഞാൻ ചോദിച്ചിട്ട് കിട്ടിയില്ല. ഞാൻ ഇമേജ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, മോഡൽ നമ്പർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, പല തരത്തിൽ പല സൈസിൽ ചോദിച്ചിട്ടുണ്ട്, ഒരു രക്ഷയില്ല. അങ്ങനെ ഒഴിവാക്കിയിട്ടാണ് നമ്മളിപ്പോൾ ഈ സാധാരണ സബ്വൂഫേഴ്സ് ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് നേരിട്ട് ഇതുവരെ കിട്ടാത്തതുകൊണ്ട് കേരളത്തിൽ എവിടെ കിട്ടുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അന്വേഷിച്ച് എവിടെന്നെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയാൽ നമുക്കതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അടുത്ത കമൻറ്റ് ഇൻവെൻറ്റർ എന്ന ചാനലിൻ്റെയാണ്. ഹോം തിയേറ്റർ സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്യുന്ന വീഡിയോ ചെയ്യാമോ ബ്രോ? ഹോം തിയേറ്റർ സ്റ്റാൻഡ് ബൈ എന്ന് പറയുമ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്താൽ പവർ സിഗ്നലൊന്നും ഇല്ലാതെ ഒരു പവർ ഇൻഡിക്കേറ്ററോ അല്ലെങ്കിൽ LED ഡിസ്പ്ലേ ഉള്ള ടൈപ്പ് ആണെങ്കിൽ അതിൻ്റെ ആ ഒരു ഡെമോയിൽ നിൽക്കും, അല്ലെങ്കിൽ ആ ബ്ലിങ്ക് ചെയ്ത് നിൽക്കും, ആ ഡിജിറ്റ് ബ്ലിങ്ക് ചെയ്ത് നിൽക്കും. അപ്പോൾ ആ ടൈപ്പ് നിൽക്കുന്നത് സ്റ്റാൻഡ് ബൈയിൽ നിൽക്കുകയാണ്. അത് നമ്മൾ പവർ ബട്ടൺ അടിച്ച ഉടനെ സ്റ്റാൻഡ് ബൈ റിലീസായിട്ട് പവർ ഓൺ ആവും, അതിൻ്റെ എല്ലാ സെക്ഷനും ഓൺ ആവും. അതുവരെ എല്ലാ സെക്ഷനും ഓൺ ആവുന്നില്ല, സ്റ്റാൻഡ് ബൈ സെക്ഷനിലേക്കുള്ള പവർ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. നമ്മൾ ആ സ്റ്റാൻഡ് ബൈ റിലീസ് കൊടുത്താൽ മാത്രമേ അവിടെ ആക്റ്റീവ് ആവുള്ളൂ എല്ലാ സെക്ഷനും. അതുവരെ ഔട്ട്പുട്ട് ICയോ ട്രാൻസിസ്റ്ററോ ഏത് ടൈപ്പ് ആയാലും അതൊക്കെ മ്യൂട്ടായി നിൽക്കും. അങ്ങനത്തെ കുറേ സംഭവങ്ങളാണുള്ളത്. ആ സ്റ്റാൻഡ് ബൈ റിലീസ് ആകുമ്പോൾ ഈ പ്രോഗ്രാം അതിനകത്ത് ഉണ്ടെങ്കിൽ അതാണ് സ്റ്റാൻഡ് ബൈ ആക്കുന്ന ഒരു ഇതൊക്കെ. അപ്പോൾ ആ പ്രോഗ്രാം ഒഴിവാക്കിയിട്ട് സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്യാം. അല്ലാതെ ഒരു ചെറിയ കമ്പോണൻറ്റ് ലെവലിലുള്ള ഒരു ഹാക്കിൽ നമുക്ക് സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്യാം. അപ്പോൾ അതൊന്ന് ചെയ്യാം. അത് ചെയ്തിട്ട് ഒരു സക്സസ് ആക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ രൂപത്തിലുള്ള ഒരു വീഡിയോ ആക്കിയിട്ട് നമുക്ക് ചാനലിലിടാം. അടുത്ത കമൻറ്റ് സുമേഷ് M ലിയോ എന്നാളുടെയാണ്. ഈ വീഡിയോയിൽ പറയുന്ന സ്റ്റാർ ഇലക്ട്രോണിക്സിൽ ഞാനൊരു ദിവസം പോയിരുന്നു. കുറച്ച് സാധനങ്ങൾ വാങ്ങി 1950 രൂപ ബില്ലായി. എങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറിയ ഡിസ്കൗണ്ട് ചോദിച്ചപ്പോൾ അത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് MRP വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങി പോരേണ്ടി വന്നു. കോഴിക്കോട് 100 കണക്കിന് ഇലക്ട്രോണിക് ഷോപ്പുകളുണ്ട്. മറ്റെവിടെയും കിട്ടാത്ത സാധനമാണെങ്കിൽ സ്റ്റാർ പറയുന്ന വിലക്ക് വാങ്ങാം. എൻ്റെ അനുഭവം ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്ന ഒരു ഷോപ്പിൽ ഒന്നാണ്, 2-3 ഷോപ്പ് പരിചയപ്പെടുത്തിയിരുന്നു. അതിൽ ഷോപ്പിലൊന്നാണ് സ്റ്റാർ ഇലക്ട്രോണിക്സ്. അപ്പോൾ ആ സ്റ്റാർ ഇലക്ട്രോണിക്സിൽ ചോദിച്ചിട്ട് റിഡക്ഷനോ അല്ലെങ്കിൽ ഡിസ്കൗണ്ടോ ഒന്നും ഉണ്ടായില്ല എന്നാണ് പറഞ്ഞിട്ട്. അപ്പോൾ ഡിസ്കൗണ്ട് കിട്ടാൻ സാധ്യത ഉണ്ടോ എന്ന് ആദ്യം ചോദിച്ചിട്ട് വേണം നമ്മളൊരു സാധനം വാങ്ങാൻ. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് ഒരു ലാഭം കിട്ടുന്ന വഴി ഞാൻ നോക്കണം, അങ്ങനെയാണല്ലോ. അപ്പോൾ ഒരു 100 ഡിസ്കൗണ്ട് കിട്ടിയാൽ ആ വഴിക്ക് നോക്കുക. സെയിം സാധനമാണെങ്കിൽ ആ വഴിക്ക് നോക്കുക. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ മറ്റൊരു ഷോപ്പിൽ കിട്ടാനുണ്ടെങ്കിൽ അവിടെ എവിടെയും തമ്മിൽ ഈ വില വ്യത്യാസം ഉണ്ടെങ്കിൽ, അതായത് സ്റ്റാറിൽ അവിടത്തേക്കാട്ടും വില അധികം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റേ ഷോപ്പിൽ നിന്ന് വാങ്ങുക. അപ്പോൾ കോഴിക്കോട് അത് അറിയുന്ന ഷോപ്പുകൾ, ഇപ്പം എനിക്കൊരു സ്പെയർ, ഒരു ട്രാൻസ്ഫർ ആയാലും IC ആയാലും കോമ്പണൻറ്റ് പറയുകയാണെങ്കിൽ അതിപ്പോൾ ഒരു സ്ഥലത്ത് ഇപ്പോൾ 150 രൂപയാണ്, മറ്റൊരു സ്ഥലത്ത് 230 രൂപ എന്ന് പറഞ്ഞാൽ ഞാൻ 150 വാങ്ങും. സെയിം ആണെങ്കിൽ. അതേസമയം കോപ്പി ആണെങ്കിലോ ആ 250 തന്നെ വാങ്ങും. നമ്മളത് മനസ്സിലാക്കിയിട്ട് വേണം എത്ര പൈസ ചിലവാക്കണം, ഏത് ഷോപ്പിൽ നിന്ന് വാങ്ങണം എന്ന് തീരുമാനിക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതെൻ്റെ ഒരു അഭിപ്രായമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ അഭിപ്രായം ഞാൻ അവിടെ ഷോപ്പിൽ ചോദിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഡിസ്കൗണ്ട് കൊടുക്കാനുള്ള ചാൻസിൽ ആളുകൾ വരുമ്പോൾ, അതായത് നമ്മളിപ്പോൾ ചാനലിൽ പരിചയപ്പെടുത്തുമ്പോൾ ആളുകൾ വരുമ്പോൾ എന്തെങ്കിലും ഡിസ്കൗണ്ട് പ്രതീക്ഷിക്കുള്ളൂ. അപ്പോൾ അത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലല്ല കാര്യം, അതെൻ്റെ ഷോപ്പല്ല, അത് അവരുടെ ചിലവിൽ ചെയ്യുന്ന ഷോപ്പാണ്. അവർ ഡിസ്കൗണ്ട് തരുന്ന അവരുടെ തീരുമാനമാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അടുത്ത നമ്മുടെ വിനീത് PV എന്നാളുടെയാണ്. അറ്റ്മോസ് ബോർഡ് ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതായത് നമ്മൾ HDMI ARC PCM ബോർഡ് എല്ലാം കൂടെ പരിചയപ്പെടുത്തിയ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ചെറിയൊരു വീഡിയോ. അപ്പോൾ ആ വീഡിയോയിൽ വന്ന കമൻറ്റാണ്. അപ്പോൾ അത് അറ്റ്മോസ് ബോർഡ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അവിടെ ഇല്ല, അത് എവിടെയും കിട്ടാനില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള അറ്റ്മോസ് ഇനി ചെയ്താൽ തന്നെ പലതരം അറ്റ്മോസ് കിട്ടുമെന്ന് പറഞ്ഞ് വാദിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അതിലൊന്നും നമുക്ക് ഈ ടോപ്പ് സ്പീക്കേഴ്സ് കിട്ടില്ല, ഹൈറ്റിലുള്ള സ്പീക്കേഴ്സ് കിട്ടില്ല. അപ്പോൾ 7.2.4 എന്ന് പറയാമെന്ന് വരിക. ആ 7.2 കിട്ടും, ആ 4 കറക്റ്റല്ല. അത് കറക്റ്റായ മിക്സിങ് അല്ല വരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കി. അപ്പോൾ അതുകൊണ്ട് ഒന്നിനെയും റെക്കമെൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാനേതായാലും അതിന് പരിചയപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട്, ഞാൻ കൂടുതൽ അത് ഉപയോഗിച്ചില്ലാത്തതുകൊണ്ട് എനിക്കത് പരിചയപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പോൾ കിട്ടുന്ന അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ എന്തെങ്കിലും വരികയാണെങ്കിൽ ചാനലിൽ കാണിക്കുക. അടുത്ത കമൻറ്റ് 916 ജേണി ബൈ ഉല്ലാസ് PC. അതൊരു ചാനലോ ആളെ പേരോ ആണ്. അപ്പോൾ കാർ ഓഡിയോ അപ്ഗ്രേഡ് ചെയ്യാൻ എന്ത് ടൈപ്പ് സ്പീക്കറാണ് നല്ലത്? കമ്പോണൻറ്റ് സ്പീക്കേഴ്സ് ആണോ, കോആക്സിയൽ സ്പീക്കർ? ഒരു വീഡിയോ ചെയ്യാമോ ബ്രോ? കാർ ഓഡിയോ അപ്ഗ്രേഡ് ചെയ്യാമെന്ന് പറയുമ്പോൾ അത് കാർ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ കോആക്സിയലാണ് ഏറ്റവും നല്ലത്. അതല്ല വെച്ചാൽ നമുക്ക് കമ്പോണൻറ്റ് സ്പീക്കറാണ് നല്ലത്. ഇനി കാർ ഓഡിയോ അപ്ഗ്രേഡ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾ കാർ തന്നെ ആണെങ്കിൽ നിങ്ങളിപ്പോൾ എക്സ്റ്റേണൽ ആമ്പൊക്കെ വെച്ച് ചെയ്യായിരിക്കുമല്ലോ. അപ്പോൾ അതിനകത്ത് സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഏത് ബൂഫർ ഉപയോഗിക്കാം. ഇനി അതല്ല
അവിടെ സ്പേസ് ഇല്ല, നിങ്ങൾ കാറിൽ ആ സ്പേസ് തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതായിരിക്കും കോഎക്സൽ സ്പീക്കർ ആയിരിക്കും. അടുത്ത നമ്മുടെ മാലിക് എന്ന ആളുടെയാണ്. ബ്ലൂടൂത്ത് സ്പീക്കർ ചാർജർ കണക്ട് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ വർക്കാകുന്നു, ചാർജറിൽ നിന്നും മാറ്റി ഉപയോഗിക്കാൻ കഴിയുന്നില്ല, ഓഫാകുന്നു, എന്താണ് കംപ്ലൈൻറ്റ്? 100% അത് ബാറ്ററി പോയതാണ്, 100%. അപ്പോൾ അത് ബാറ്ററി മാറ്റിയിടുക, അതായത് ആ സെയിം ബാറ്ററി തന്നെ കിട്ടണം, സെയിം ആംബിയർ സെയിം വോൾട്ട്. കൂടുതലിട്ടാൽ അത് കേടാവും, ബോർഡ് കേടാവും, കുറവുള്ളത് ഇട്ടാൽ ബാക്കപ്പ് കുറയും, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്കിങ് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, അത് നിങ്ങൾ ചാർജർ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ബാറ്ററി ടെർമിനൽ അയച്ചിട്ട് അവിടേക്ക് ചാർജർ വരുന്നുണ്ടോ, ചാർജറിന് പവർ ചാർജിങ് സെക്ഷനിലേക്ക്, അതായത് ബാറ്ററി ടെർമിനലിലേക്ക് വരുന്നുണ്ടോ നോക്കുക. വരുന്നുണ്ടെങ്കിൽ 100% അത് ബാറ്ററി പോയതാണ്. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് ചില അബദ്ധങ്ങൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഈ 5 വോൾട്ട് ഇപ്പുറത്തുനിന്ന് ഈ ബാറ്ററി ടെർമിനൽ അങ്ങോട്ട് കൊടുത്തു നോക്കരുത്. ഏറ്റവും ബെസ്റ്റ് ഇങ്ങനെ ചെക്ക് ചെയ്യുക, ടെർമിനലിൽ വോൾട്ടേജ് വരുന്നുണ്ട്, ചാർജിങ്ങിൽ ഉണ്ടെങ്കിൽ ബാറ്ററി മാറ്റിയിടുക. അടുത്ത കമൻറ്റ് മെൽവി ബ്ലാക്സ് എന്ന ആളുടെയാണ്. എത്ര ബാറ്ററി ഒരേ ടൈം കണക്ട് ചെയ്യാൻ കഴിയും? അപ്പോൾ അത് ബാറ്ററി BMS ബോർഡ് പരിചയപ്പെടുത്തിയ വീഡിയോയിൽ വന്ന കമൻറ്റാണ്. അതായത് 3.7 വോൾട്ട് ബാറ്ററി, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബ്ലൂടൂത്തിലൊക്കെ വരുന്ന ടൈപ്പ് ബാറ്ററി ചാർജ് ചെയ്യാൻ, സിംഗിൾ ബാറ്ററി ആണെങ്കിൽ അത് ചാർജ് ചെയ്യാൻ അതിന് പറ്റിയ കറക്റ്റായിട്ടുള്ള ഒരു മൊഡ്യൂളാണ് കാണിച്ചത്. അപ്പോൾ ചാർജിങ്ങും ഔട്ട്പുട്ടും ഓട്ടോ കട്ട് ഓഫും എല്ലാ സംഭവമുള്ള ഒരു BMS ബോർഡാണ് കാണിച്ചത്. അത് കോമൺ ആയിട്ട് വളരെ വില കുറവിൽ ഓൺലൈനിലും മാർക്കറ്റിലും കിട്ടുന്ന സാധനമാണ്. അപ്പോൾ ഇതിൽ ചോദിച്ചുള്ളത് എത്ര ബാറ്ററി ഒരേ ടൈം കണക്ട് ചെയ്യാൻ കഴിയും? അപ്പോൾ അതിൽ നിങ്ങൾക്ക് അവിടെ ആവശ്യം 2 അതിൽ കൂടുതലോ ബാറ്ററി ആണെങ്കിൽ ഇതുപോലെ അതിനനുസരിച്ചിട്ടുള്ള BMS ബോർഡ് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ബോർഡുകൾ വാങ്ങിയിട്ട്, ഇതിപ്പോൾ 3 ബാറ്ററിക്ക് ഉള്ളതാണ്, 3 ബാറ്ററി കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ബോർഡ് ഉപയോഗിക്കണം. അങ്ങനെ എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഉപയോഗിക്കാം. ഇതിൽ 2 ബാറ്ററിക്ക് ഉള്ളതും 7 ബാറ്ററിക്ക് ഉള്ളതും ഒക്കെ അവിടെ നാട്ടിൽ നമ്മളെ മാർക്കറ്റിൽ കിട്ടാനുണ്ട്, ഓൺലൈനിലും കിട്ടാനുണ്ട്. അത് നിങ്ങളെ ബാറ്ററി ഏതാണെന്ന് നോക്കുക, ഏത് വോൾട്ടാണെന്ന് നോക്കുക, ഏത് തരം ബാറ്ററിയാണ് നോക്കുക, അതിനനുസരിച്ച് സെർച്ച് ചെയ്തിട്ട് സെയിം ബോർഡ് വാങ്ങി ഉപയോഗിക്കുക. സൂട്ടബിൾ അവിടെ സൂട്ടാവുമെങ്കിൽ, ഇങ്ങനത്തെ ബോർഡുകൾ അവിടെ സൂട്ടാവുന്ന സ്ഥലം ഉണ്ടെങ്കിലേ ഇത് വെക്കാൻ പറ്റൂ, ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. എല്ലാത്തിനും അതുപോലെ ചാർജിങ് പോയിൻ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ ആദ്യം കാണിച്ച BMS ബോർഡിൽ ഈ കാണിച്ചതിൽ ചാർജിങ് പോർട്ട് ഉണ്ട്. നമുക്ക് ഡയറക്റ്റ് ചാർജർ കണക്ട് ചെയ്യാൻ രൂപത്തിൽ അതിൻ്റെ ഹെഡ്സെറ്റ് ആ ക്യാബിനറ്റിൻ്റെ പുറത്തേക്ക്, കേസിൻ്റെ പുറത്തേക്ക് ഫിറ്റ് ചെയ്യാം. പക്ഷേ ഈ BMS ബോർഡിൽ നമുക്ക് ചാർജറിന് പ്രത്യേക ഒരു സോക്കറ്റ് കണ്ടിട്ട് അതിൽ നിന്ന് വയറിങ് ചെയ്തിട്ട് ഇതിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഓരോ ടൈപ്പാണ്. നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള സെലക്ട് ചെയ്ത് വാങ്ങിയാൽ അതിനനുസരിച്ച് ബാറ്ററികൾ ചാർജ് ചെയ്യാം. അപ്പം മൊത്തത്തിൽ 7 കമൻസ് ആണ് ഇന്നത്തെ മൺഡേ കമൻറ്റ് ബോക്സിൽ വായിച്ചത്. അപ്പോൾ കൂടുതൽ വെറൈറ്റി കമൻസ് ആയിട്ട് നമുക്ക് അടുത്ത തിങ്കളാഴ്ചത്തെ മൺഡേ കമൻറ്റ് ബോക്സിൽ കാണാം.